പ്രിയ, ഒരു ട്രെയിൻ ഓടി വരുന്നു. ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വേണമെങ്കിൽ അതൊരു ചരക്ക് ട്രെയിനാണെന്ന് കരുതുക. ചരക്കല്ല, പാസഞ്ചർ ട്രെയിനും ആയിരിക്കാം. അതിൻ്റെ ഒരു ബോഗിയുടെ മേൽക്കൂര, റൂഫുണ്ടല്ലോ, പെട്ടെന്ന് രണ്ടായി തുറക്കുന്നു. അവിടെ നിന്ന് ഒരു സാധനം ഇങ്ങനെ അറക്റ്റ് ചെയ്ത് പൊങ്ങി വരുന്നു. നോക്കുമ്പോൾ അതൊരു മിസൈലാണ്. എന്നിട്ട് ആ മിസൈൽ ഏതോ ലക്ഷ്യത്തിലേക്ക് പറന്നു പോകുന്നു. 2000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ലക്ഷ്യത്തിൽ ചെന്ന് അത് ഹിറ്റ് ചെയ്യുന്നു. ആ ശത്രുവിൻ്റെ താവളം നശിപ്പിക്കുന്നു. ട്രെയിൻ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല, ഇത് സിനിമയിലുള്ളതാണോ? സിനിമയിലല്ല, ഇന്ത്യ ആ ശേഷി കൈവരിച്ചിരിക്കുന്നു. ഇന്ന് നമ്മുടെ രാജ്യം റെയിൽ ട്രാക്കിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന IBBM വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. രാജ്നാഥ് സിംഗ് അത് കൺഫേം ചെയ്തു. ഓടുന്ന തീവണ്ടിയിൽ നിന്ന് മിസൈൽ വിക്ഷേപിക്കുന്ന ചിത്രം വന്നു കഴിഞ്ഞു, വീഡിയോ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ മിസൈലിൻ്റെ പേര് നമ്മൾ അഗ്നി 5 എന്നല്ലോ. അഗ്നിയുടെ പുതിയ വെർഷൻ അഗ്നി പ്രൈം കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഒഡീഷയിലെ ചന്ദിപ്പൂരിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ടെസ്റ്റ് ഫയറിങ് നടന്നത്. ടെസ്റ്റ് ഫയറിങ് നടത്തിയപ്പോഴും അഗ്നി പ്രൈം എന്നുള്ള മിസൈൽ ഉണ്ടാക്കി എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഇത്തരമൊരു ഉപയോഗം നമ്മൾ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളത് പരമരഹസ്യമായിരുന്നു, ആരും അറിഞ്ഞില്ല. ഏറ്റവും ഉന്നതമായ കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും പിന്നെ പ്രതിരോധ മന്ത്രിയും അടക്കമുള്ള ഏതാനും ചില ആളുകളും ഉന്നത സൈനിക നേതൃത്വവും മാത്രം അറിഞ്ഞ ഒരു കാര്യം, തീവണ്ടി ഓടുന്ന തീവണ്ടിയുടെ മേൽക്കൂര, അത് പാസഞ്ചർ വണ്ടി ആവട്ടെ, പാസഞ്ചർ വണ്ടി പോകുന്ന കൂട്ടത്തിൽ ഇപ്പോൾ വന്ദേ ഭാരത് പോകുന്നു, അതിൻ്റെ കൂടെയുള്ള ഒരു ബോഗി ഈ അഗ്നി പ്രൈമിൻ്റെ ബോഗിയാണെങ്കിൽ അതിനകത്ത് ആരെയും കയറ്റുന്നില്ല, അങ്ങ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ മേൽക്കൂര പെട്ടെന്ന് തുറക്കുന്നു, മിസൈൽ പോകുന്നു. 2000 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്, ആണവായുധം വഹിക്കാൻ കഴിയും. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞെന്നറിയോ? ഇപ്പം സാധാരണ നമ്മളൊരു മിസൈൽ സ്റ്റാറ്റിക്കായിട്ട്, ഇപ്പം നമ്മളിപ്പോൾ ഈ പറയുന്ന എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ നമ്മുടെ ഒരു മിസൈലുണ്ട്. നമ്മൾ അവിടെ നിന്ന് മിസൈൽ വിക്ഷേപിച്ചു. മിസൈൽ അങ്ങ് പോയി കഴിയുമ്പോൾ ശത്രുവിനൊരു കാരണമുണ്ട്, ശത്രുവിന് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എവിടുന്നാണ് ഈ മിസൈൽ കണ്ടുപിടിച്ചത്? ലൊക്കേഷൻ കണ്ടുപിടിച്ച് കൗണ്ടർ അറ്റാക്ക് നടത്താൻ പറ്റും. ഇതങ്ങനെയല്ല, ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ലൊക്കേഷൻ കണ്ടുപിടിച്ച് പ്രത്യാക്രമണം പറ്റില്ല ഒന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽ ശൃംഖലകളിലൊന്നാണ് ഇന്ത്യ. നമുക്ക് 1,35,207 കിലോമീറ്റർ 2024 കണക്കാണ്. നമ്മൾ ഓരോ ദിവസവും ലൈൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുന്നത് പോലെ നമ്മുടെ അശ്വിനി വൈഷ്ണവ് എന്ന് പറഞ്ഞ മന്ത്രി നിരന്തരം റെയിൽവേ നവീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാടിൻ്റെ എല്ലാ ഭാഗത്തേക്കും, കേരളത്തിൽ തന്നെ ശബരി ഉൾപ്പെടെ എത്ര പദ്ധതികൾ വരുന്നുണ്ട്. അപ്പോൾ 1,35,207 കിലോമീറ്റർ ലൈവ് ട്രാക്ക് നമുക്കുണ്ടെന്നാണ് കഴിഞ്ഞ വർഷത്തെ കണക്ക്, 2024 കണക്ക്. അതുകൂടാതെ 68,914 കിലോമീറ്റർ റൂട്ട് ലൈനുകളും നമുക്കുണ്ട്. അത്ര ഭീമാകാരമായി രാജ്യത്തിൻ്റെ നാഡിഞരമ്പുകൾ പോലെ ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ ഭാഗത്തേക്കും പടർന്ന് വ്യാപിച്ചു കിടക്കുകയാണ് നമ്മുടെ റെയിൽവേ ലൈൻ. 1.2 മില്യനാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ജീവനക്കാരുടെ എണ്ണം. 8,000 റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. നമ്മുടെ ബൃഹത്തായ റെയിൽവേയുടെ ഒരു കണക്ക് ഞാൻ പറഞ്ഞാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലായോ? ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയുകയാണ്, യുദ്ധമൊക്കെ വന്നാൽ കേരളത്തിലൊക്കെ ഒരു മിസൈൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് അതിന് പ്രതിക്രിയ ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഓടും. ചിലപ്പോൾ നമ്മുടെ ഈ എറണാകുളത്തൂടെ ഓടുന്ന ഒരു ട്രെയിനിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഒരു മിസൈൽ പോകുന്നത്. അപ്പോൾ രാജ്യം വല്ലാതെ മാറുകയാണ്. ലോകത്ത് അപൂർവം ചില രാജ്യങ്ങൾക്ക് മാത്രമുള്ള ഒരു ടെക്നോളജി ഇന്ത്യ കൈവരിച്ചിരിക്കുന്നു. അപ്പോൾ നോക്കൂ, നമ്മളിങ്ങനെ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നമ്മൾ ചൈന ഒരുക്കി കൊടുത്തിരിക്കുന്ന എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തിട്ട്, അവരുടെ 6-7 ലെയർ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തിട്ട് നമുക്ക് ഹിറ്റ് ചെയ്യേണ്ട എല്ലായിടത്തും നമ്മൾ ഹിറ്റ് ചെയ്തു. നൂർഖാൻ എയർബേസ് തകർത്തു, അവൻ്റെ മറ്റേ ആണവായുധ കേന്ദ്രമുണ്ടെന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങൾ നശിപ്പിച്ചു. ഇങ്ങനെ എല്ലായിടത്തും നമ്മൾ എവിടെയൊക്കെ അടിക്കണമെന്ന് ആലോചിച്ചു, അവിടെയൊക്കെ നമ്മൾ അടിച്ചു. പാകിസ്ഥാൻ 100 കണക്കിന് ഡ്രോണുകൾ അയച്ചു, 100 കണക്കിന് മിസൈലുകൾ അയച്ചു. ചൈനീസ് മിസൈലുകൾ PL-15 ഉൾപ്പെടെയുള്ള മിസൈലുകൾ അയച്ചു. എല്ലാം നമ്മൾ ഇൻ്റർസെപ്റ്റ് ചെയ്തു, അല്ലേ? ഒരൊറ്റ എണ്ണം പോലും, ഒരൊറ്റ മിസൈൽ വീണ് നമ്മുടെ ഒരൊറ്റ ഗ്രാമീണന് പോലും പരിക്ക് പറ്റിയില്ല.
അവർ ആക്രമിച്ചത് മുഴുവൻ സിവിലിയൻ കേന്ദ്രങ്ങളിലാണ്, നമ്മുടെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് അവർ ആക്രമണം. ന്യൂഡൽഹിക്ക് നേരെ അവർ മിസൈൽ അയച്ചു, നമ്മൾ ഇൻ്റർസെപ്റ്റ് ചെയ്ത് തകർത്തു. പക്ഷേ നമ്മൾ അയച്ചതെല്ലാം അവിടെ പോയിക്കൊണ്ടു. അപ്പോൾ അതിന് കാരണം S-400 നമ്മുടെ കയ്യിലുണ്ട്. S-400 8 പ്രാവശ്യം മറ്റോ നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ സ്വന്തം സംവിധാനങ്ങൾ, ആകാശ് മിസൈലുകൾ ഉപയോഗിച്ചിട്ട് സുദർശൻ ചക്ര എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ S-400 അതിനകത്ത് വരും. അത് ഉൾപ്പെടെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആധുനിക വ്യോമ പ്രതിരോധ സന്നാഹങ്ങളുടെ സഹായത്തോടു കൂടിയാണ് എല്ലാം ഭാരതീയമായ സംവിധാനങ്ങളുടെ, ഇന്ത്യയിൽ ഉണ്ടാക്കിയ സംവിധാനങ്ങളിലൂടെയാണ് നമ്മൾ പ്രതിരോധിച്ചത്. അങ്ങനെ നമ്മുടെ ആയുധങ്ങളുടെ മികവ്, ശേഷി ലോകത്തിന് മുന്നിൽ ഡിസ്പ്ലേ ചെയ്യാൻ, ഷോക്കോസ് ചെയ്യാനുള്ള ഒരവസരം കൂടിയായിരുന്നു നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ. അതിനുശേഷം വലിയ തോതിൽ ഇന്ത്യൻ ആയുധങ്ങൾക്ക് മാർക്കറ്റുണ്ടായി ആളുകൾ ആയുധം വാങ്ങാൻ കാവൽ നിൽക്കുകയാണ്. ഫിലിപ്പൈൻസ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ, മലേഷ്യ, ഈ രാജ്യങ്ങളെല്ലാം നമ്മുടെ ആയുധങ്ങൾ വാങ്ങാൻ നിൽക്കുക. അർമേനിയ, അല്ലേ, ഒക്കെ നമ്മുടെ ആയുധങ്ങൾ. ഇങ്ങനെ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആയുധങ്ങൾ അങ്ങേയറ്റം മികവുള്ളതാണ്. പക്ഷേ നമ്മൾ ഇത് മാത്രമല്ല, നമ്മൾ നമ്മുടെ രാജ്യത്തിന് ഇത്രമാത്രം കരുതലുള്ള ഒരു ഭരണകൂടം. നോക്കൂ, നമ്മൾ പെട്രോളിന് വില കൂടിയെന്ന് പറഞ്ഞ് മോദിയെ ചീത്ത വിളിക്കും. ഇപ്പം GST കുറച്ചും പറഞ്ഞ് കൂട്ടിയതല്ലേ കുറച്ചത് എന്ന് ചോദിക്കുന്നു. നമ്മൾ അമേരിക്കയുടെ താരിഫ് വാറിനെ പ്രതിരോധിക്കാൻ വേണ്ടി കൂടുതൽ ആളുകളുടെ ക്രയശേഷി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ GST വെട്ടിക്കുറച്ച് ആളുകൾക്ക് കൂടുതൽ വാങ്ങാനുള്ള, കൂടുതൽ പണം വിപണിയിലേക്ക് ലഭ്യമാക്കാനുള്ള സംവിധാനം ചെയ്തു. ഇതിനൊന്നും പോസിറ്റീവായിട്ട് കാണാനോ അംഗീകരിക്കാനോ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ തിമിരം ബാധിച്ച ആളുകൾ തയ്യാറാവുന്നില്ല. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഓഗസ്റ്റ് 5 മിഷൻ ദിവ്യാസ്ത്ര എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ അഗ്നി 5 പരിശോധിച്ച മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ, അതായത് ഒരേ സമയം 3-4 ആണവായുധ പോർമുനകൾ വഹിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നതാണ് അഗ്നി 5. അതിൻ്റെ ഡെവലപ്ഡ് കാര്യമാണ്. അപ്പം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പെട്രോളിന് 10 രൂപ കൂട്ടിയാലും നമ്മുടെ തലയിൽ മിസൈൽ വീഴുന്നില്ല, നമുക്ക് ഡ്രോൺ വന്ന് വീഴുന്നില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് പറ്റി. അപ്പോൾ രാജ്യത്തിന് സമീപകാലത്തൊന്നും ഉണ്ടായിരുന്നതിനേക്കാൾ ഏറ്റവും വിപുലമായ സുരക്ഷാ കവചം ഒരുക്കുന്നു മോദി സർക്കാർ. നമ്മുടെ പട്ടാളക്കാർക്ക് ഈ ചൈന യുദ്ധം തോക്കാനുള്ള ഒരു കാരണമായിട്ട് പറഞ്ഞു കേട്ടെന്നറിയോ? യുദ്ധം ചെയ്യാൻ പോയ പട്ടാളക്കാർക്ക് ആയുധമല്ല, നല്ല ബൂട്ടുകൾ പോലും ഇല്ലായിരുന്നു, നല്ല ഷൂ പോലും ഇല്ലാതെയാണ് ഒരു യുദ്ധം ചെയ്യാൻ പോയത്. ഇപ്പോൾ ഇന്ത്യൻ ആർമി ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? ഇന്ത്യയിലെ മുഴുവൻ ഭടന്മാർക്കും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ കൊടുക്കാനായിട്ട് ഇന്ത്യൻ സൈന്യത്തിന് അനുമതി വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മോദി സർക്കാർ. 5 ലക്ഷത്തോളം ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ പട്ടാളക്കാരൻ്റെ ജീവന് വിലയില്ലേ? വെറുതെ യൂണിഫോം മാത്രം ഇട്ട് ശത്രുവിൻ്റെ ആക്രമണത്തിന് നേരെ, അവൻ്റെ AK-47 നേരെ ബിരിമാറ് കാട്ടിക്കൊടുത്താണ് നമ്മുടെ പട്ടാളം ഇക്കാലത്ര യുദ്ധങ്ങൾ ജയിച്ചത്. അവർക്ക് ആധുനിക ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ അടക്കം കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് എത്രയോ വിലപ്പെട്ട ജീവനുകൾ നമുക്ക് രക്ഷിക്കാമായിരുന്നു. അതൊന്നും ചെയ്യാൻ ഇവരാരും തയ്യാറായില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കാണ് സാധാരണ ജവാന്മാർക്ക് വരെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ കൊടുക്കണമെന്ന് ഒരു കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. മോദി വരേണ്ടി വന്നു. അങ്ങനെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ചിലപ്പോൾ നമ്മുടെ നാട്ടിലൂടെ കടന്നു പോകുന്ന ഒരു ട്രെയിനിൽ നിന്നായിരിക്കും ശത്രു രാജ്യത്തിലേക്ക്, പാകിസ്ഥാനെയോ അല്ലെങ്കിൽ കടലിൽ കിടക്കുന്ന നമ്മുടെ ഒരു ശത്രുവിൻ്റെ യുദ്ധക്കപ്പലിന് നേരെയോ ഒരു മിസൈൽ പോകുന്നത്. അപ്പോൾ രാജ്യം മുഴുവൻ നമ്മുടെ സൈന്യത്തിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ, സുരക്ഷയുടെ കവചമൊരുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. മോദിജി എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് സത്യത്തിൽ ആദരവോടെ എണീറ്റ് നിന്ന് കൈകൂപ്പാൻ തോന്നും ഈ മനുഷ്യനെ, അല്ലേ? നമ്മൾ വിഭാവനം ചെയ്ത ഒരിക്കലും നമ്മൾ സ്വപ്നം കണ്ടിട്ടില്ലാത്ത ലളിതമായ ഒരു കാര്യം പറയാം. ഒരു 10 വർഷം മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ മൂക്ക് പൊത്താതെ നിൽക്കാൻ പറ്റുമായിരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ മലം പുറംതള്ളുന്ന സംവിധാനമായിരുന്നു ഇന്ത്യൻ റെയിൽവേ. സഞ്ചരിക്കുന്ന സ്കാവഞ്ചർ. ഇപ്പോഴോ നമ്മുടെ ട്രാക്കുകളൊന്നും ഒരു കുഴപ്പമില്ല. ട്രെയിനുകളിൽ ബയോ ടോയ്ലറ്റുകൾ കൊണ്ടുവന്നു. ഇതൊക്കെ വളരെ നിസ്സാരമായി ചെയ്യാമായിരുന്നു. അതിന് നരേന്ദ്രമോദി വരേണ്ടി വന്നു. അപ്പോൾ വലിയ മാറ്റം രാജ്യത്തുണ്ടാവുന്നുണ്ട്. രാജ്യത്തിൻ്റെ സുരക്ഷയുടെ കാര്യത്തിൽ ഇപ്പോൾ കേട്ടില്ലേ, ഇപ്പം നമുക്ക് നാഷണൽ ഹൈവേ പലയിടത്തും നിർമ്മിക്കുകയാണ്. ഗഡ്കരി ഇങ്ങനെ റോഡുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പലയിടത്തും റോഡുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? എയർ സ്ട്രിപ്പുകൾ പോലെയാണ്. ഒരാവശ്യം വന്നാൽ യുദ്ധവിമാനങ്ങൾക്ക് നമ്മുടെ ഹൈവേയിൽ ഇറങ്ങാൻ പറ്റണം. അപ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷ, രാജ്യത്തിൻ്റെ പ്രതിരോധം അങ്ങേയറ്റം ഉറപ്പാക്കുന്ന ഒരു പദ്ധതികളാണ് നിരന്തരം എല്ലാ ദിവസവും. ഇന്ന് തന്നെ 65,500 കോടി രൂപയുടെ തേജസ് യുദ്ധവിമാന കരാർ HAL-ഉമായിട്ട് നമ്മൾ ഒപ്പുവെച്ചിരിക്കുന്നു. അപ്പോൾ നാളെ ഈ MiG-21 വിമാനങ്ങൾ വിരമിക്കുമ്പോൾ അതിന് ബദലായിട്ട് പുതിയ യുദ്ധവിമാനങ്ങൾ റഫേൽ പോലും 114 വിമാനങ്ങൾ നമ്മൾ വീണ്ടും വാങ്ങാൻ തീരുമാനിച്ചത് പകുതി ഇന്ത്യയിൽ ഉണ്ടാക്കുക.
കോൺഗ്രസിൻ്റെ കാലത്ത് അവർ പറഞ്ഞിരുന്നത് എന്താ, ഞങ്ങൾ മേടിക്കാൻ തീരുമാനിച്ചതിനേക്കാളും കൂടിയ വിലയ്ക്കാണ് മോദി മേടിച്ചത്. എടാ, നിങ്ങൾ അന്ന് വാങ്ങാൻ തീരുമാനിച്ച വിമാനം മാത്രമാണ്, നമ്മളതിൻ്റെ സോഴ്സ് കീ ഉൾപ്പെടെ ടെക്നോളജി ഉൾപ്പെടെ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള അനുമതി ഉൾപ്പെടെയാണ് നരേന്ദ്രമോദി വാങ്ങിയത്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു നരേന്ദ്രമോദി കള്ളനാണെന്ന് പറഞ്ഞു അല്ലേ? എന്നിട്ട് സുപ്രീം കോടതി വരെ പോയി, സുപ്രീം കോടതിക്കും ഒക്കെ ബോധ്യപ്പെട്ടു. എന്നിട്ടും നിങ്ങൾ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഈ മനുഷ്യനെ അപമാനിക്കാൻ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ അഭിമാനം കൊണ്ട്, ആവേശം കൊണ്ട് രോമാഞ്ചം ഉണ്ടാകുന്നു. നമ്മുടെ സൈന്യം ഓരോ ദിവസവും നേടുന്ന മികവ്, DRDOയിലെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ അവർക്ക് നിർലോഭം ഫണ്ടുകൾ കൊടുത്ത്, പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് രാജ്യത്തിന് വേണ്ടിയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ള വലിയ അത്ഭുതകരമാണ്. ഏതായാലും ഇതിപ്പോൾ വലിയ വാർത്തയായി വരുന്നേ ഉള്ളൂ. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. അത് ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ, ഈ വാർത്ത ബ്രേക്കിംഗ് ആയപ്പോൾ തന്നെ അതിൻ്റെ ആവേശം കൊണ്ട് നമ്മൾ ജനങ്ങളോട് പറയുകയാണ്, നമ്മുടെ പ്രേക്ഷകരോട് പറയുകയാണ്, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മികവാർന്ന അപൂർവം ചില സൈന്യങ്ങൾക്ക് മാത്രമുള്ള ഒരു ശേഷി കൂടി കൈവരിച്ചിരിക്കുന്നു. 1,35,207 കിലോമീറ്റർ ദൈർഘ്യമുള്ള നമ്മുടെ റെയിൽ ട്രാക്കുകൾ നമ്മളെ രക്ഷിക്കാനുള്ള മിസൈൽ വിക്ഷേപണ തറകളായി മാറുകയാണ്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നമുക്കൊരു അഭിവാദ്യം അർപ്പിക്കാം. ഭാരത് മാതാ കീ ജയ് എന്ന് പറഞ്ഞ് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.